വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വടകര ഭാഗത്തുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ അപ്ഡേഷനാണ് നൽകുന്നത്. കോട്ടക്കടവിലെ SP ഓഫീസിൻ്റെ ഭാഗം മുതൽ വടകര അതേപോലെ തന്നെ കൈനാട്ടി വരെയുള്ള പ്രദേശമാണ് നമ്മൾ അപ്ഡേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രദേശം കോട്ടക്കടവ് കഴിഞ്ഞിട്ട് SP ഓഫീസിൻ്റെയും കോട്ടക്കടവിൻ്റെയും നടുവിലുള്ള പ്രദേശമാണ്. നേരത്തെ ഒരു മാറ്റവുമില്ലാത്തൊരു പ്രദേശമായിരുന്നു. ഇപ്പോൾ ദേശീയപാത എത്രത്തോളം വളഞ്ഞിട്ടായിരുന്നു പോയിരുന്നത് എന്ന് ഇപ്പം നമ്മൾ പുതിയ അപ്രോച്ച് റോഡും പുതിയ 6 വരി പാതമൊക്കെ കാണുമ്പോൾ നമുക്ക് പഴയ ദേശീയപാത എത്രത്തോളം ടേണിംഗ് ഉണ്ടായിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമ്മളെ കോട്ടക്കടവ് ഭാഗത്ത് ഇപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ വർക്ക്, അണ്ടർ പാസേജിൻ്റെ വർക്കാണ് ഈ അടുത്ത് തന്നെ താറിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കോട്ടക്കടവ് അതേപോലെ റെയിൽവേ ഗേറ്റിൻ്റെ ഭാഗത്തൊക്കെ നേരത്തെ സർവീസ് റോഡിൻ്റെ വർക്കും അതേപോലെ തന്നെ ഒന്നും നടന്നില്ലായിരുന്നു. പുതിയ 6 വരി പാതയുടെ വർക്കൊന്നും നടന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ കോട്ടക്കടവ് ഭാഗത്ത് 6 വരിയുടെ കുറേ ഭാഗങ്ങളൊക്കെ ടാർ ചെയ്തു. അതേപോലെ തന്നെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിങ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പഴയ ദേശീയപാതയിലേക്ക് മണ്ണ് താഴ്ന്നിട്ടാണുള്ളത്. മഴയ്ക്ക് മുന്നേ സൈഡ് പാനലുകൾ അല്ലെങ്കിൽ കോൺക്രീറ്റോ മറ്റ് പാനലുകളോ സ്ഥാപിച്ചില്ലെങ്കിൽ ഇവിടെയുള്ള മണ്ണ് താഴോട്ടേക്ക് ഒലിച്ചു പോകുന്ന സാഹചര്യം എന്തായാലും ഉണ്ടാവും. അപ്പോൾ നിലവിൽ ആ ഒരു വടകര ഭാഗത്തേക്കൊക്കെ ഈ ഒരു പഴയ ദേശീയപാതയിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ ആ വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടും ആയി മാറും എന്ന് വാഗാടിനെ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താണ്. അപ്പോൾ കോട്ടക്കടവ് കഴിഞ്ഞ് നേരെ കരിമ്പനപ്പാലം ഭാഗത്തേക്കാണ്. കരിമ്പനപ്പാലം ഭാഗത്തും പഴയ ദേശീയപാതയിൽ നിന്ന് ഒരുപാട് മാറിയിട്ടാണ് പുതിയ 6 വരി പാത കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെയും വർക്ക് ഒരുപാട് നടക്കേണ്ടതുണ്ട്. പാനലുകളൊക്കെ ഒരുപാട് ഇവിടെ നിരത്തിയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതേപോലെ കരിമ്പനപ്പാലത്ത് നമ്മളെ കരിമ്പനപ്പാലം തോട് എന്ന് പറയുന്ന അവിടെ ഒരു കൾവേർട്ടുണ്ട്. ഒരു ചെറിയൊരു തോട്, ചെറുതല്ല വലുത് എന്നൊക്കെ, നമ്മൾ ഏറ്റവും കൂടുതൽ മലിനജലം ഒഴുകി പോകുന്ന ഒരു പ്രദേശമാണ് കരിമ്പനപ്പാലം തോട്. അതിനായിട്ട് നിർമ്മിച്ചതുപോലെയാണ് പലപ്പോഴും ഇതിനകത്തുള്ള മലിന ജലം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുക. മഴക്കാലത്തൊഴിച്ച് ബാക്കിയുള്ള എല്ലാ സമയത്തും ഇതിനകത്ത് കറുത്ത വെള്ളമാണ് എന്ന കാര്യത്തിൽ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. അത് പല സ്ഥാപനങ്ങളിൽ നിന്നുള്ള വെള്ളം ഇതിലെ ഇറക്കി വഴിയുന്ന ഒരു കാര്യം കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതൊക്കെ മാറ്റേണ്ട സമയം ശരിക്ക് അതിനൊക്കെ ഒരു ശക്തമായ ഒരു സിസ്റ്റം ക്ലീൻ ചെയ്യുന്ന ഒരു ശക്തമായ ഒരു സിസ്റ്റമൊക്കെ വരേണ്ട കാലമൊക്കെ എപ്പോൾ അതിക്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ നാട് മാറുമ്പോൾ നമ്മുടെ സംവിധാനങ്ങളും ടെക്നോളജികളൊക്കെ മാറേണ്ടതുണ്ട്. അപ്പോൾ നമ്മളെ കരിമ്പനപ്പാലം കഴിഞ്ഞ് നേരെ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയും ഒരു കൾവേർട്ടിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ആ കൾവേർട്ടിൻ്റെ വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ റോഡ് ഡൈവേർഷൻ ചെയ്തിരിക്കുന്നത്. ഇത് റീസെൻ്റ്ലി ടാർ ചെയ്തതാണ്. അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെ ഭാഗത്തും ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. വടകരയെ സംബന്ധിച്ചിടത്തോളം കുറേ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് ഒരുപക്ഷെ നമുക്ക് പറയാൻ സാധിക്കും. നേരത്തെ ഇതേപോലെ സഹകരണ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ പഴയ ദേശീയപാത അതേപോലെ തന്നെ ഒരു മാറ്റവും ഇല്ലാതെ കിടക്കുന്ന പ്രദേശമായിരുന്നു. ഇപ്പോൾ നല്ല രീതിയിലുള്ള മാറ്റം ഈ ഒരു പ്രദേശത്തും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മഴയ്ക്ക് മുന്നേ ഒരു ലെവലിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലത്ത് വലിയൊരു ആശ്വാസം ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ചെറിയ രീതിയിലാണ്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലും അതേപോലെ റൈറ്റ് സൈഡിലൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് ചെറിയ രീതിയിലൊക്കെയാണ് നടന്നു പോകുന്നത്. പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരു ഭാഗമുണ്ട്, സഹകരണ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആ ഭാഗം സത്യത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ് വലിയ പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ ആംബുലൻസ് വാഹനങ്ങൾക്കൊക്കെ പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. അവിടെയൊക്കെ വാഗാട് ഒന്ന് വൃത്തിയിലും വെടുപ്പിലൊക്കെ ടാർ ചെയ്തിട്ട്, കാരണം അവിടെ ഡ്രൈനേജ് ക്രോസ് ചെയ്ത് നിർമ്മിച്ചത് വാഗാടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ഡ്രൈനേജിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ ടാറിങ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിരുന്നു. അത് ചെയ്തിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്താണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് ഇപ്പോഴും നമ്മളെ കണ്ണൂർ ഭാഗത്തേക്കൊക്കെ വാഹനങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പുതിയ ബസ് സ്റ്റാൻഡിലൂടെയാണ്. പിന്നെ അതേപോലെ തന്നെ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് എലിവേറ്റഡ് ഹൈവേയുടെ മുകളിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവസാനത്തെ പില്ലറിൻ്റെ മുകളിലും ഗേഡറുകൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് ഏതാനും ചില ഗേഡറിൻ്റെ മുകളിലുള്ള ഷട്ടറിങ് വർക്കാണ് നടക്കാനുള്ളത്. ബാക്കിയുള്ള ഏകദേശ വർക്കും നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളെ സർവീസ് റോഡിൽ കാര്യമായിട്ടുള്ള മാറ്റം വന്നില്ല. സർവീസ് റോഡ് കുണ്ടും കുഴിയൊക്കെ പൊളിഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിൽ നമ്മളെ എലിവേറ്റഡ് ഹൈവേയുടെ സൈഡിലുള്ള ബീമിൻ്റെ ഭാഗത്ത് ചിലയിടത്തൊക്കെ പലയൊക്കെ അടിച്ചത് തൂങ്ങിക്കിടക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ന്യൂസിലൊക്കെ വന്നിരുന്നു. അത് തലയിലൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ വാഗാടിൻ്റെ ഭാഗത്ത് സേഫ്റ്റി ഓഫീസർമാർ ഇല്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇതൊക്കെ വളരെ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. അതിനാണ് സേഫ്റ്റി ഓഫീസർമാർ. അപ്പോൾ എല്ലാത്തിനും നമ്മൾ നെഗറ്റീവ് പറയല്ല. കാരണം തലയിൽ വീണിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം പ്രാദേശിക ന്യൂസ് ചാനലിലൊക്കെ അത് വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഓർമ്മപ്പെടുത്തിയതാണ്. അപ്പോൾ നമ്മൾ വീഡിയോ അത് കാണിച്ചു തരുന്നത് പക്ഷേ പിന്നീട് വിട്ടുപോയി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇപ്പോൾ ഉള്ളത് ഫാമിലി വെഡ്ഡിങ് സെൻറ്ററിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെയാണ്. ഇവിടെയും അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പാനലുകളൊക്കെ നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ട്. മണ്ണ് ഒരുപാട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ തെരുവത്ത് ജംഗ്ഷൻ മുതൽ ഫാമിലി വെഡ്ഡിങ് സെൻറ്ററിൻ്റെ ആ ഒരു പ്രദേശം വരെ അപ്രോച്ച് റോഡാണ്. മണ്ണടിച്ച് ഇരു സൈഡിലും പാനലുകൾ സ്ഥാപിച്ചതിന് ശേഷം മണ്ണടിച്ച് ഉയർത്തിയിട്ടാണ് വർക്ക് എടുക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള വർക്കിൻ്റെ ഒരു
പുരോഗതിയാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ണൊക്കെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 6 പാനലുകളൊക്കെ സ്ഥാപിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഭാഗത്തും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇരു സൈഡിലെയും സർവീസ് റോഡ്. നമ്മൾ ആകാശത്ത് നോക്കുമ്പോൾ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് ആകാശ കാഴ്ച കൊണ്ട് കാര്യമില്ല. കാരണം റോഡിലുള്ള മാറ്റങ്ങളാണ് ആവശ്യം. ഈ ഭാഗത്തൊക്കെ നിങ്ങൾ കണ്ടോ, നമ്മളെ ഈ ഒരു ഫാമിലി വെഡ്ഡിങ് സെൻ്ററൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് ഈ സർവീസ് റോഡൊക്കെ അങ്ങേയറ്റം പൊട്ടിപ്പൊളിഞ്ഞതാണ്. ഒരു വടകര ടൗൺ എന്നാണ് വലിയൊരു ടൗണാണ്. ആ ടൗൺ എന്നുള്ള ഒരു പരിഗണന പോലും സത്യം പറയുകയാണെങ്കിൽ വാഗാട് നൽകിയിട്ടില്ല. അവിടെ ഫുള്ള് കുണ്ടും കുഴിയാണ്. അല്ലെങ്കിൽ തന്നെ ട്രാഫിക് ബ്ലോക്കാണ്. കുണ്ടും കുഴിയും കാരണം ഉള്ളതിലും ട്രാഫിക് ബ്ലോക്കാണ്. ഒരു വൃത്തിയിലൊന്ന് സർവീസ് റോഡ് താർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയ ആശ്വാസമാണ്. ഇവിടെയൊക്കെ വമ്പിച്ച കുണ്ടുകളാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ എടുത്താണ് ഒരു വൈകിട്ട് സമയത്തൊക്കെ ഒരു 7 മണിയൊക്കെ സമയമാക്കി കഴിഞ്ഞാൽ 7 മണി മുതൽ 8 മണിയൊക്കെ ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ്. ട്രാഫിക് ബ്ലോക്ക് കാരണം ടൗണിലുള്ള ആളുകൾക്ക്, യാത്രക്കാരായ ആളുകൾക്കും അതേപോലെ മറ്റു ഓട്ടോറിക്ഷ മറ്റു വാഹനങ്ങളിലൊക്കെ ഒരു ഓട്ടോ കിട്ടണം എന്ന് വിചാരിച്ചാൽ പോലും മണിക്കൂറുകളോളം വടകര ടൗണിൽ കാത്തു നിൽക്കേണ്ട അവസ്ഥ. മറ്റൊന്നുമല്ല, ഈ സർവീസ് റോഡ് അങ്ങേയറ്റം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് വാഹനങ്ങൾ കംപ്ലീറ്റ് ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിക്കിടക്കും. അപ്പോൾ പോയ വാഹനങ്ങൾ തിരിച്ച് സ്റ്റാൻഡിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം വടകര ടൗണിൽ ശോചനീയാവസ്ഥ ഇതിലാണ്. അപ്പോൾ സർവീസ് റോഡിൽ കൃത്യമായിട്ടുള്ള ടാറിങ്ങും അതോടൊപ്പം തന്നെ വാഹനങ്ങൾ ഡൈവേർഷനും കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ വലിയ ഇനിയിപ്പോൾ അടുത്ത വരാൻ പോകുന്ന റംസാൻ ഉൾപ്പെടെയുള്ള മറ്റ് സീസൺ സമയങ്ങളിലൊക്കെ വലിയ പ്രയാസം ഉണ്ടാകും. കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ്. സത്യം പറഞ്ഞാൽ വടകരയിലെ ഒരുപാട് കച്ചവടക്കാർ ഇപ്പം പല പ്രദേശങ്ങളിലൊക്കെ മാറിപ്പോയതും പലയിടത്തൊക്കെ കച്ചവടമൊക്കെ തുടങ്ങിയൊക്കെ കാണാൻ സാധിക്കും. ഇതൊക്കെ റോഡിൻ്റെ അവസ്ഥ ജസ്റ്റ് നമ്മൾ കാണിച്ചു തരാണ്. ഇനി നമ്മൾ വീണ്ടും ആകാശ കാഴ്ചയിലേക്ക് പോകണം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളെ തെരുവത്ത് ജംഗ്ഷന് നേരെ നമ്മൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ്. ബേബി എന്ന് പറയുമ്പോൾ പഴയ ഇക്ര ഹോസ്പിറ്റലൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ആശാ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തൊക്കെ ഇപ്പോൾ നേരത്തെ വിജനമായി കിടക്കുന്ന ഒരു വർക്ക് നടക്കാത്ത പ്രദേശത്തൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്കവേറ്ററൊക്കെ കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ അപ്രോച്ച് റോഡിൻ്റെ ഫൗണ്ടേഷൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള 6 പാനലുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് മണ്ണൊക്കെ എടുത്തുകൊണ്ട് ഫൗണ്ടേഷൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ ഈ ഭാഗത്തും റീസെൻ്റ്ലി വന്ന മാറ്റങ്ങളാണ്. നമ്മൾ ഈ വടകരയിൽ ഈ ഒരു പ്രദേശത്തേക്ക് വേണ്ട മണ്ണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് മേമുണ്ട ആ ഒരു ഭാഗത്തു നിന്നുള്ള മീൻകണ്ണി ഭാഗത്തു നിന്നുള്ള ഉപ്പിലാറാമല എന്ന് പറയുന്ന ആ പ്രദേശത്തു നിന്നുള്ള മണ്ണാണ് ഇപ്പോൾ തകൃതിയായിട്ട് ഈ ഭാഗത്തൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വർക്കിൽ കുറച്ച് പുരോഗതിയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മളെ പഴങ്കാവ് ഒക്കെ പോകുന്ന ഒരു ജംഗ്ഷനാണ്. ഇവിടെ ഒരു അണ്ടർ പാസേജ് വേണ്ടതായിരുന്നു. പക്ഷേ ഇവിടെ അണ്ടർ പാസേജ് നൽകിയിട്ടില്ല. ചെറിയൊരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജ് എങ്കിലും കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ വളരെ ദൗർഭാഗ്യം എന്ന് പറഞ്ഞിട്ട് അവിടെ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം വർക്ക് ചെയ്താണ്ടൊക്കെ സ്പീഡായിക്കൊണ്ട് തുടങ്ങുന്നുണ്ട്. വാഗാട് പുതിയതൊന്നും ഈ റീസെൻ്റ്ലി ആയിട്ട് ഒന്നും അനുവദിച്ചു കൊടുത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇനിയും അനുവദിച്ചു കൊടുക്കുകയാണെങ്കിൽ വാഗാട് ഒരു 2 വർഷം 3 വർഷം ഇനിയും എടുക്കും എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ഇക്രയല്ല, നമ്മളെ പഴയ പാർക്കോ അതേപോലെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ഇപ്പോഴുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഇനി വേറെ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ എത്തേണ്ട കൈകളിലാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഹോസ്പിറ്റൽ ബേബി മെമ്മോറിയൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തുള്ള കാഴ്ചയാണ്. ഇവിടെയും ഇപ്പോൾ സർവീസ് റോഡ് പണിതുകൊണ്ട് ഇരു സൈഡിലെയും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കുറേയൊക്കെ ഡൈവേർട്ട് ചെയ്യുന്നത്. ഇവിടെയും അതിശക്തമായ ട്രാഫിക് ബ്ലോക്കും ഈ ഒരു പ്രദേശത്തുണ്ട്. വർക്കൊക്കെ സ്പീഡായി നടന്നില്ലെങ്കിൽ ഈ ട്രാഫിക് ബ്ലോക്ക് ഇങ്ങനെ അനിശ്ചിതമായി തുടർന്നു പോകും. ജസ്റ്റ് ഒരു വാഹനം പോകാനുള്ള ഒരു സൗകര്യം മാത്രമേ ഇപ്പോൾ നിലവിലുള്ള സർവീസ് റോഡിലുള്ളൂ. ഒരു വാഹനത്തെ ഒരു ഓട്ടോറിക്ഷയിൽ ഒരു ബൈക്ക് പോവുകയാണെങ്കിൽ പോലും അതിനെ ഒരു ഓട്ടോറിക്ഷക്കാരനോ അല്ലെങ്കിൽ മറ്റോ ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്രയും വലിയ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ബേബി ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തൊക്കെ അപ്രോച്ച് റോഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ മണ്ണ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മളെ പെരുവട്ടം താഴെ ആ ഒരു ഫ്ലൈ ഓവർ ഉണ്ട്. ആ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്താണ് കുറേ കാലമായിട്ട് അനിശ്ചിതമായി കിടക്കുന്ന പ്രദേശമാണിത്. ഇവിടെയും വടകര ടൗൺ ഭാഗത്തേക്കൊക്കെ വാഹനം ഡൈവേർട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രദേശമാണ്. ഇവിടെയും ഒരു മാറ്റവും വാഗാട് കൃത്യമായിട്ടുള്ള ഒരു താറിങ് പോലും അവിടെ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ആ പ്രദേശം കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ നമ്മളെ ചോറോഡ് ഗേറ്റിൻ്റെ ഭാഗത്ത് അവിടെ ഒരു ബോസ്റ്ററിംഗ് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ബോസ്റ്ററിംഗ് ബ്രിഡ്ജുണ്ട്. ഏകദേശം നിർമ്മാണം തുടങ്ങിയിട്ട് വർഷങ്ങളായി എന്ന് തോന്നുന്നു. 12 വർഷത്തിൻ്റെ അടുത്തൊക്കെ ആവാറായി. എന്തായാലും ഇപ്പം ബോസ്റ്ററിംഗ് ബ്രിഡ്ജ് അവസാനമായിട്ട് ഇപ്പോൾ ലോഞ്ച് ചെയ്യാനുള്ള മെഷീനൊക്കെ എത്തിയിട്ടുണ്ട്. വലിയ ലോഞ്ചർ മെഷീനൊക്കെ വന്നിട്ടുണ്ട്. കൂറ്റൻ ലോഞ്ചർ മെഷീൻ. നമ്മൾ ഇതുവരെ വർക്ക് കണ്ടതിൽ വാഗാടിൻ്റെ മറ്റ് റീച്ചുകളിൽ കണ്ട ക്രെയിനേക്കാട്ടും കൂറ്റനായിട്ടുള്ള ക്രെയിനാണ് ഇപ്പോൾ ഇത്രയും വലിയ ബോസ്റ്ററിംഗ് ബ്രിഡ്ജ് വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത് കാണുന്ന പില്ലറിൻ്റെ മുകളിലേക്ക് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഏത് ദിവസം ലോഞ്ച് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ
നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു മെസ്സേജ് കിട്ടിയിട്ടില്ല. എന്തായാലും ഈ അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യും. കാരണം റെയിൽവേയുടെ ഒക്കെ പെർമിഷൻ കിട്ടി. അതുകൊണ്ട് തന്നെയാണ് വലിയ മെഷീനൊക്കെ കൂറ്റൻ ലോഞ്ചർ മെഷീൻ, വലിയ ക്രെയിനൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ഈ അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പം വലിയ കോടികൾ മുടക്കിയിട്ടുള്ള കേരളത്തിലെ തന്നെ എണ്ണപ്പെട്ട ഏറ്റവും വലിയ ബ്രിഡ്ജ് തന്നെയാണ് ഈ ഒരു ബോസ്റ്റിംഗ് ബ്രിഡ്ജ്. അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പില്ലറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. ഇനി റെയിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള വർക്കാണ് കാര്യമായിട്ട് നടക്കാനുള്ളത്. അപ്പോൾ അദാനിയുടെ സൂപ്പർവൈസർമാർ, എഞ്ചിനീയർമാരൊക്കെ ഈ ഒരു പ്രദേശത്ത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അവർ നേരിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രദേശത്ത് ലോഞ്ചിങ് നടക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു വലിയ കൂട്ടൻ അണ്ടർ പാസേജുകളുണ്ട്. ആ അണ്ടർ പാസേജ് ഒന്ന് താഴ്ന്നിട്ടും ഒന്ന് പൊന്തിയിട്ടുമാണല്ലോ. 3 വരി താഴ്ന്നിട്ടും 3 വരി പൊന്തിയിട്ടും. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അറിയാവുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് കാഴ്ച. അപ്പം നേരെ കൈനാട്ടി ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൈനാട്ടി ഭാഗത്തും ഇപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തൊക്കെ മണ്ണ് കുറേയൊക്കെ തകൃതിയായി അടിച്ച ഒരു കാഴ്ച തന്നെയാണ്. ഇവിടെയും നേരത്തെ ഒരു മാറ്റവും കിടക്കാത്ത പ്രദേശമായിരുന്നു. ഇവിടെ റോഡ് ഇപ്പോൾ ഡൈവേർഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇരുമ്പൊക്കെ വെച്ച് പോകുന്നത് പോലെയാണ് ഇപ്പോൾ വാഹനങ്ങൾ റോഡ് ഡൈവേർഷൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ വീഡിയോ എടുത്തത് 15 ഫെബ്രുവരിയിലാണ്. 15 ഫെബ്രുവരിയിൽ വീഡിയോ എടുത്ത് അന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായത്. അപ്പോൾ ഇതാണ് നമ്മളെ കൈനാട്ടി ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പുതിയ കാഴ്ച. അപ്പോൾ നമ്മളെ വീഡിയോ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. യൂട്യൂബിൽ എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തുക. കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാൻ അതൊരു മോട്ടിവേഷൻ ആവും. നിങ്ങൾ വീഡിയോസ് ലൈക്ക് കാര്യങ്ങളൊക്കെ കുറയുമ്പോഴാണ് നമ്മളെ വീഡിയോസിൻ്റെ എണ്ണവും കുറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അതിനിടയിൽ നമ്മളെ വീഡിയോസ് വ്യാപകമായിട്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ കുറേ ആളുകൾ മോഷ്ടിച്ചിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ARS എന്നുള്ള ബാഡ്ജിങ് ഒക്കെ വീഡിയോയുടെ നടുവിൽ തന്നെ കൊടുക്കാൻ തുടങ്ങിയത്. എന്നാലും ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.